തൃശൂർ ചാലക്കുടി കോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച. ബാങ്ക് ജീവനക്കാരെ ബന്ദികളാക്കിയാണ് പണം കവർന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. ശരത്ത് ഓങ്ങല്ലൂർ ചേരുന്നു. ശരത്ത്, എപ്പോഴാണ് ഈ കൊള്ള നടന്നത്? വിശദാംശങ്ങൾ. ഷമി, ജീവനക്കാരെ ബന്ദികളാക്കി ചാലക്കുടി കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് ഇത്തരത്തിലൊരു വലിയ കവർച്ച നടന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. ഹെൽമറ്റും ജാക്കറ്റും ഗ്ലൗസും ധരിച്ചാണ് പ്രതികൾ എത്തിയിരുന്നത്. 2 ജീവനക്കാരെ ശുചിമുറിയിൽ പൂട്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു കൊള്ള നടത്തിയിരിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ആവശ്യമുണ്ട്. നിലവിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പ്രകാരം 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ അന്വേഷണ സംഘം തന്നെ എത്തിയിട്ടുണ്ട്. പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവിടെ വലിയ രീതിയിൽ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സംബന്ധിച്ച് വലിയ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡ് എന്ന് പറയുന്നത് ഈ വന്നവർ ഹിന്ദിയിലാണ് സംസാരിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലീഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. കാരണം 8 ജീവനക്കാരാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. ഹെൽമറ്റ് ധരിച്ചാണ് മോഷ്ടാവ് എത്തിയതാണ് പറയുന്നത്. ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് മോഷ്ടാവ് എത്തിയത്. ജീവനക്കാരെ എല്ലാം ഒരു മുറിയിൽ പൊന്തിയിട്ടു. മറ്റ് 2 പേരെ ശുചിമുറിയിലും പൂട്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു കൊള്ള നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതി സമീപത്ത് തന്നെയുണ്ട്, കൂടുതൽ ദൂരത്തേക്ക് പോയിട്ടുണ്ടാവില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ നാടിനെ നടുക്കിക്കൊണ്ടുള്ള ഇത്തരം ഒരു കൊള്ള നടന്നിരിക്കുന്നത്. ഷമി, ഈ ഒരു സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാൻ സമയമായിട്ടില്ല എങ്കിൽ പോലും ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരങ്ങൾ ലഭ്യമാണോ? നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പറയുന്ന മോഷ്ടാക്കൾ സംസ്ഥാനത്ത് നേരത്തെയും എത്തിയിരുന്നു. അവരെ പിടികൂടുന്ന സാഹചര്യവും ഉണ്ടായി. അതായത് കേരളത്തിലെ 1-2 മാസം കൂടുമ്പോൾ കേരളത്തിലേക്ക് എത്തുകയും ഇവിടെ ഒരു വലിയ തോതിലുള്ള ഒരു മോഷണം നടത്തിയതിന് ശേഷം മടങ്ങുകയും ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. ചിലരെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ശരത്ത്, ഇപ്പോൾ ആ കൂട്ടത്തിൽ പെടുന്നവരെന്ന് സംശയിക്കാൻ പാകത്തിലുള്ള ലീഡാണ് കിട്ടിയിരിക്കുന്നത്. ഹിന്ദിയൊക്കെ സംസാരിക്കുന്നു എന്ന് ഉള്ളതുകൊണ്ട് പുറമേ നിന്ന് വന്നതാവണമെന്നില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്തും ധാരാളം പേർ ഉണ്ടല്ലോ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാണോ? ഷമി, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സ്ഥിരീകരണത്തിനും പോലീസ് തയ്യാറായിട്ടില്ല. കാരണം അന്വേഷണത്തിന്റെ അതീവ പ്രാരംഭ ദശയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി തെളിവ് ശേഖരിക്കുക എന്നതാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദി സംസാരിച്ചു എന്നതുകൊണ്ട് തന്നെ ഷമി പറഞ്ഞ പോലെ അത് കേരളത്തിന് പുറത്തു നിന്നുള്ളൊരു വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല എന്ന് തന്നെയാണ് പോലീസും പ്രാഥമികമായിട്ട് പറയുന്നത്. കാരണം അന്വേഷണത്തെയോ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും രീതിയിൽ സാക്ഷി പറയാൻ സാധ്യതയുള്ള ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഹിന്ദിയിൽ സംസാരിച്ചതാണോ എന്ന കാര്യവും ഇതിനകം അങ്ങനെ ഒരു സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പി ആയിട്ടുള്ള കെ സുമേഷിന്റെ നേതൃത്വത്തിലാണ് പോലീസ് എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരീകരണം വരുന്ന മണിക്കൂറുകളിൽ എന്തായാലും ലഭ്യമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആരാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളും ലഭിച്ചിട്ടില്ല. പരമാവധി തെളിവുകൾ ഈ സംഭവം നടന്ന കോട്ടയിലെ ഫെഡറൽ ബാങ്കിലെ ശാഖയിലെത്തി പരമാവധി തെളിവ് ശേഖരിക്കുക എന്നാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാത്രമായി ഇതിനകത്ത് അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇത് ആരാണ്, എന്താണ്, ഇതിനകത്ത് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച തെളിവ് അല്ലെങ്കിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞത്. ഈ അതീവ പ്രാരംഭ ഘട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നിഗമനത്തിലെത്തുക എന്നത് സാധ്യമല്ല. എന്തായാലും പോലീസ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനകത്ത് ബാങ്കുമായി അറിവുള്ള അല്ലെങ്കിൽ ബാങ്കിന്റെ മൂവ്മെന്റ്സ് വളരെ കൃത്യമായി ധാരണയുള്ള ഒരു ആളോ അല്ലെങ്കിൽ ഒരു കൂട്ടമോ ആണ് ഇത്തരത്തിൽ ഒരു ക്രൈമിനകത്ത് അല്ലെങ്കിൽ ഇത്തരം ഒരു കുറ്റകൃത്യത്തിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികം ദൂരത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരില്ല എന്നൊരു ഒരു ധാരണയാണ് പോലീസ് പ്രാഥമികമായി എത്തുന്നത്. കാരണം ബാങ്കുമായി അടുത്ത് പരിചയമുള്ള ഒരാളാണ് എന്ന രീതിയിലേക്ക് ചില സൂചനകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഷമി, ശരത്ത്, ഈ ബാങ്ക് വലിയ ശാഖയാണോ? ഒരുപാട് ജീവനക്കാരും മറ്റും ഉള്ള ശാഖയാണോ? അതുപോലെ തന്നെ ഇടപാടുകാർ അവർ ഒരുപാട് എത്തുന്ന
ശാഖയാണോ? എങ്ങനെയാണ് ഈ ബാങ്കിന്റെ ഒരു സാഹചര്യം? സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ തന്നെ ഉള്ള ഒരു ഒരു ബാങ്ക് ശാഖയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷമി, പ്രാഥമികമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. കാരണം 8 ജീവനക്കാരാണ്. അതായത് വലിയ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ബ്രാഞ്ച് അല്ല, ഒരു ഇടത്തരം ബ്രാഞ്ചാണ്. 8 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഈ 8 ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വളരെ പ്രത്യേകതയുള്ളത്. ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ആവശ്യമാണ്. നിലവിലെ ഒരു പ്രാഥമിക ധാരണ പ്രകാരം 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. മറ്റു കാര്യങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും നമുക്ക് പറയാൻ കഴിയുക. ഷമി, ഇവിടെ CCTV ദൃശ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ലഭ്യമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ മോഷ്ടാക്കളെ സംബന്ധിച്ച് എത്ര പേരുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ മോഡസ് ഓപ്പറാൻഡി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം തന്നെ ഇത്രയും തിരക്കുള്ള ഇതിനകത്ത് CCTVയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരിശോധന നടത്തേണ്ടതുണ്ട്. CCTV പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഒരു സ്കൂട്ടറിലെത്തിയ ഒരു വ്യക്തി ഒരു കാറിന് പുറകിൽ സ്കൂട്ടർ നിർത്തുന്നതായി കാണുന്നുണ്ട്. അതിനുശേഷം ബാങ്കിലേക്ക് ഹെൽമെറ്റും ഗ്ലൗസും ജാക്കറ്റും ധരിച്ചുകൊണ്ടൊരു വ്യക്തി വരുന്നുണ്ട്. പുറത്ത് ഒരു ട്രാവൽ ബാഗ് തൂക്കിയതായിട്ടും കാണുന്നുണ്ട്. ഇങ്ങനൊരു വ്യക്തി ബാങ്കിലേക്ക് വരുന്ന ഒരു ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബാങ്കിനകത്തു നിന്നുള്ളതല്ല, ബാങ്കിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഷമി, ഈ എത്തിയ ആള് മോഷ്ടാവാണ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ പോലും ഇയാളുടെ ഒപ്പം മറ്റ് ആരെങ്കിലും പല ഭാഗത്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത് മാത്രവുമല്ല, ഈ ഒരു കത്തി ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ഇത്രയും ജീവനക്കാരും ഒക്കെ ഭയന്ന് അവർക്ക് നിർജീവമായി പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ബാങ്കിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളിലും ഒരു വ്യക്തി മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു സംഘമുണ്ടോ എന്നതിനകത്ത് ഒരു വ്യക്തതക്കുറവുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ദൗത്യം ചെയ്യാൻ ഏൽപ്പിച്ച് പുറമേ നിന്നുള്ള വ്യക്തികൾ ഇതിനകത്ത് നിയന്ത്രണം ഏറ്റെടുക്കുകയാണോ ഉണ്ടായതെന്ന കാര്യത്തിനകത്ത് വ്യക്തതയില്ല. ഇത് ഉള്ളിൽ നിന്നുള്ള CCTV ദൃശ്യത്തിനകത്ത് ഈ പ്രതി മറ്റൊരു ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരികയും ഇത് ആരാണ് എന്ന് ചോദിക്കുന്നതുമായ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ ഇതിനകത്ത് കുറ്റകൃത്യത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്ന് സംബന്ധിച്ച് കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഷമി നമുക്ക് പറയാൻ കഴിയുള്ളൂ.